മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷനും കൂടെ വേണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഗതികൾ വന്നിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ, അതായത് നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഇതിന്റെ രണ്ട് എക്സ്ട്രീമുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി LGBT പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഇവരെ ജീവിതവും സമൂഹത്തെയും തകർക്കുന്ന ഒരു ഭാഗം. രണ്ടാമത്തത് നമ്മൾ റിഫോം ചെയ്യേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ ഒരു കാര്യം. ഇങ്ങനെ ഉള്ള ആളുകൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവർക്കൊരു പ്രയാസമുണ്ട്, ഒരു യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് വിഷയം പറയുകയാണെങ്കിലും, ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പോൾ നമ്മൾ ഫെമിനിസം എന്നുള്ളതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ച് കുറേ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ വീടുകളിലടക്കമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. നിലനിൽക്കുന്ന സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥയിലാകട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ. അതേപോലെ തന്നെ സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരെ ഈ പറഞ്ഞ പോലെ പേരുകൾ വിളിച്ചുകൊണ്ടും അവരെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള പലതരം പ്രവണതകൾ, അതിനെ നമ്മൾ തീർച്ചയായും ആ നിലക്ക് തന്നെ എടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ പല ആളുകളും ബന്ധപ്പെടും. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് തന്നെ ഒരുപാട് ആളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്നോട്ട് സംസാരിച്ചു. ഞാൻ എൻ്റെ സംസാരങ്ങളൊക്കെ ഞങ്ങൾ കേട്ടപ്പം മുപ്പർക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കണം തോന്നി. അങ്ങനെ സംസാരിക്കാൻ വന്നു. പിന്നെ ഞാനും എൻ്റെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതൊരു കേവലം ജസ്റ്റ് ഒരു ചെറിയൊരു തോന്നലിൻ്റെ വിഷയം മാത്രമാണ്. ഞാൻ ഇനി ആണായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞത്. അതായത് സംശയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നടത്തൊക്കെ പെണ്ണിൻ്റെത് പോലെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അത് അനുഭവപ്പെട്ടിട്ട് പോലും ഇല്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷേ നമുക്ക് പോലും അത് അനുഭവപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് പോലും നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ പോലും ഞങ്ങൾക്കത് തോന്നിയില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് സംസാരം വന്നപ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു, ശരിയാണല്ലേ, ചെറിയൊരു തോന്നൽ മാത്രമാണല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആണായി ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെ കഥ അവസാനിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ ഹാപ്പിയായി തിരിച്ചു പോയി. ഞാൻ പക്ഷേ കുറച്ച് ആഴ്ചകളോളം അദ്ദേഹത്തെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചു, ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് ഒരു മാസമോ 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഒരു രാത്രിയായിരുന്നു വിളിച്ചിരുന്നത്. ഒരു 8 മണി സമയത്താണ് അദ്ദേഹം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് റോഡ് സൈഡിൽ. പിന്നെ ഈ സെക്സ് വർക്കിന് വേണ്ടി നിൽക്കുകയാണ് വീണ്ടും അവിടേക്ക്. എന്തേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആണായി ജീവിക്കാൻ, മാന്യമായി തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കാൻ നാട്ടിലേക്ക് പോയി. പക്ഷേ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഓൾറെഡി ഈ ചെറിയ സൊസൈറ്റി ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു. അതെ, കുടുംബത്തിൽ നിന്നും മാറ്റി. അദ്ദേഹത്തിന് ഒരു കുട്ടിയടക്കമുണ്ട്. ആണായി ജീവിച്ച് ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്. അങ്ങനെയുള്ള ആളാണ് ഈ പറയുന്നത്. ആണിനെ കുറിച്ചാണ് പറയുന്നത്, കുട്ടിയുള്ള ആണിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തൽ, സമൂഹത്തിൽ നിന്നുള്ള മാറ്റി നിർത്തൽ, ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജീവിക്കാനുള്ള വഴി ഇത് കമ്മ്യൂണിറ്റി മാത്രമാണ്, LGBT മാത്രമാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ പൈസ കിട്ടണം, എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ സെക്സ് വർക്കിന് പോകണം. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം തെരുവിലാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ കുറേ പ്രശ്നമുണ്ട്, ആശയപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കേണ്ട രൂപത്തിൽ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലുള്ള പ്രയാസങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഇങ്ങനെയുള്ള നടത്തത്തിലോ സംസാരത്തിലൊക്കെ ഉള്ള ചെറിയ സ്ത്രൈണത കൊണ്ട് അവരെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് വേറെ പോകാനില്ല. പക്ഷെ എന്നാൽ പോലും അതൊരു ഇവര് അഭയം പ്രാപിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലോയിറ്റീവ് അല്ലേ? അത് ഉറപ്പാണ്. അതായത് ബാസിൽ സാർ പറഞ്ഞത്, അത് തിരിച്ചൊരു ഈ കമ്മ്യൂണിറ്റി അവരെ സ്വീകരിക്കുകയും അവർക്ക് അവരുടെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കൂല. അതെ.